നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. മിഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് കോയിൻ വേട്ട. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിരിക്കുന്നത് റെനയാണ്, ഏറ്റവും കുറവ് അനീഷ്. ശരത്ത് മനഃപൂർവ്വം അനീഷിനിട്ട് പണി കൊടുത്തതാണോ? ഏതായാലും ടാസ്ക് കഴിഞ്ഞതോടുകൂടി ശരത്ത് ആകെ ഡൗൺ ആണ്. ശരത്തിന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, സഹായികളിൽ ഒരാൾ കളിമണ്ണിലിറങ്ങി അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കോയിൻസ് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോയിൻസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രഷർ ബോക്സ് തുറക്കണം. അത് ലോക്ക്ഡ് ആണ്. അതിൻ്റെ പിന്നിലായിട്ട് ടബിൽ നിറയെ കളർ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ താക്കോലുള്ളത്. സഹായികളിൽ ഒരാൾ ഈ ടബിൽ നിന്ന് കറക്റ്റായിട്ടുള്ള താക്കോലെടുത്ത് ട്രഷർ ബോക്സ് തുറക്കണം. അടുത്തയാൾ ആ ട്രഷർ ബോക്സിൻ്റെ ഉള്ളിലുള്ള സേഫ്റ്റി ഗിയറുകൾ ധരിച്ച് കളിമണ്ണിലിറങ്ങി മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യണം. ഇതാണ് ടാസ്ക്. 6 മിനിറ്റാണ് ടാസ്കിൻ്റെ സമയം. അപ്പോൾ ബാക്കി 5 പേരും പെട്ടെന്ന് തന്നെ ട്രഷർ ബോക്സ് തുറന്ന് സേഫ്റ്റി ഗിയറുകൾ ഇട്ട് കളിമണ്ണിലേക്ക് ഇറങ്ങി കോയിൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ശരത്ത് ട്രഷർ ബോക്സ് തുറന്ന് അനുമോളി സേഫ്റ്റി ഗിയറൊക്കെ ഇട്ട് കളിമണ്ണിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ബാലൻസ് അവർക്കുള്ള സമയം 2 മിനിറ്റും 30 സെക്കൻഡുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 കോയിൻസേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അനീഷിനാണ് ഏറ്റവും കുറവ് കോയിൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അനീഷ് ഇവരോട് ഒന്ന് പറയുന്നു, അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ 100% എഫേർട്ട് കൊടുക്കുക, പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള റൂൾസൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക, അത്രയേ ഉള്ളൂ, ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ടാന്ന്. അപ്പോൾ ഷാനവാസും ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ ലേറ്റായി ഇറങ്ങിയത് കൊണ്ട് കോയിൻസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലേ, കുറവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിനോടും അനീഷ് പറയുന്നു, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഇതൊക്കെ ഗെയിം അല്ലേ, ആ സ്പിരിറ്റിൽ എടുത്താൽ മതിയെന്ന്. പക്ഷേ ടാസ്ക് കഴിഞ്ഞതോടുകൂടി ശരത്ത് ആകെ ഡൗൺ ആണ്. ശരത്തിന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അനീഷിനെയാണ് സഹായിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യും? ശരത്തിനൊരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ എനിക്ക് ലൈവ് കണ്ടപ്പോഴത്തേക്കിനും തോന്നി. അപ്പോൾ ബിന്നീൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അടുത്ത ഇതിൽ എന്തായാലും നന്നായിട്ട് ഗെയിം കളിക്കും എന്നുള്ളത്. ഏതായാലും അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള കോയിൻസ് എത്രയാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നു. അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സഹായികളുടെ പ്രകടനത്തിൽ നിങ്ങൾ തൃപ്തരാണോ എന്നുള്ളത്. അതിൽ അനീഷ് പറയുന്നു, എൻ്റെ സഹായികളുടെ പ്രകടനത്തിൽ ഞാൻ 100% തൃപ്തനാണ്, ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ തൃപ്തിയാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള കോയിൻസ് എത്രയാണെന്ന് പറയാൻ പറയുന്നു. ഒണിയലിന് 12 കോയിൻസ്, രേണുവിന് 13 കോയിൻസ്, റെനയ്ക്ക് 15 കോയിൻസ്, ശാരികയ്ക്ക് 9 കോയിൻസ്, സരികയ്ക്ക് 14 കോയിൻസ്. ഏറ്റവും കൂടുതൽ കോയിൻസ് നേടിയിട്ടില്ല റെനയ്ക്കാണ് 6 പോയിൻറ്റ്സ് ഉള്ളത്. രണ്ടാമത് സരികയ്ക്കാണ് 5 പോയിൻറ്റ്സ്, മൂന്നാമത് രേണുവിന് 4 പോയിൻറ്റ്സ്, ഒണിയലിന് 3 പോയിൻറ്റ്സും ശാരികയ്ക്ക് 2 പോയിൻറ്റ്സും അനീഷിന് 1 പോയിൻറ്റും.